Hello, welcome back to Lenino KTU BTech 2024 scheme. S2 students, Group B students നുള്ള updates ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ സെമിസ്റ്റർ 1 കഴിഞ്ഞു, എക്സാംസ് കഴിഞ്ഞു. ഇനി നമ്മൾ S2 നമുക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ആണുള്ളത്, അതിൽ പ്രോഗ്രാം കോർ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും അതേപോലെ തന്നെ ലെർണിയുടെ കോഴ്സിന്റെ അപ്ഡേറ്റ്സും ഒക്കെയാണ് നമ്മൾ തരുന്നത്. സോ നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ബിയിൽ സെക്കൻഡ് സെമിസ്റ്ററിൽ നമുക്ക് ഏതൊക്കെ സബ്ജക്ട് വരുന്നത്? ഫസ്റ്റ് മാത്സ് വരുന്നുണ്ട്. മാത്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് നമ്മൾ S1 മാത്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് S2 മാത്സ് വരുന്നുണ്ട് വിത്ത് 3 ക്രെഡിറ്റ്സ്. ദെൻ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ആണ്. അപ്പൊ നേരത്തെ നിങ്ങൾ ഫിസിക്സ് ആണെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി, നേരത്തെ കെമിസ്ട്രി ആണെങ്കിൽ ഇപ്പൊ ഫിസിക്സ്. ഓക്കെ, അത് 4 ക്രെഡിറ്റ്സിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത നമുക്ക് വരുന്നത് ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽസ് ടു വെബ് ഡിസൈൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പ് എക്കാർക്കും നിങ്ങൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഇനി അതില് EEE, CP, BR, RA and RU ഇത്രയും ബ്രാഞ്ചസിന് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഈസി. ബാക്കിയുള്ള ബ്രാഞ്ചസിനൊക്കെ ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് പഠിക്കുമ്പോൾ EEE, CP, BR, RA and RU നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ് കേട്ടോ. അപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റുകാർ കൃത്യമായിട്ട് അത് നോക്കാം. പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സി. യെസ്, അപ്പൊ ലാസ്റ്റ് സെമിൽ നിങ്ങൾ പൈത്തൺ പഠിച്ചു അല്ലെ? പൈത്തൺ കുറച്ച് പേർക്ക് എക്സാം ടഫ് ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിന്റെ വാല്യുവേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് S2 പ്രോഗ്രാമിംഗ് ഇൻ സി പഠിക്കാനുണ്ട്. സോ +2 നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് വന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് ഇൻ സി വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബയോമാത്സ് ആയിരുന്നവർക്ക് പ്രോഗ്രാമിംഗ് ഇൻ സി നിങ്ങൾ കുഴപ്പമില്ല. നമ്മൾ ഓൾറെഡി പൈത്തൺ പ്രോഗ്രാമിംഗിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എനിവേ പ്രോഗ്രാമിംഗ് ഇൻ സി ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ബേസിക്സ് കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് മാത്സ് പോലെയാണ്. നമ്മൾ കുറെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് ആൻസർ എഴുതാൻ പറ്റില്ല. പൈത്തൺ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ലേർണിനോയുടെ കോഴ്സിലാണെങ്കിലും പ്രോഗ്രാമിംഗ് സിയിൽ നമ്മൾ സിലബസ് അനുസരിച്ച് നമ്മൾ ലെക്ചേഴ്സിന്റെ കൂടാതെ അഡീഷണൽ ആയിട്ട് കുറേ അധികം പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നമ്മൾ PDF ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് സോൾവ് ചെയ്ത് നോക്കാം. അതിന്റെ പ്രാക്ടിക്കൽസിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തിയറി പോലെ പഠിക്കേണ്ട സബ്ജക്റ്റ് അല്ല പ്രോഗ്രാമിംഗ്. ഓക്കെ, 4 ക്രെഡിറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പ്രോഗ്രാം കോർ. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാം കോർ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. S2 മുതൽ പ്രോഗ്രാം കോർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ പ്രോഗ്രാം കോറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ EC, EA, AE, EV ബ്രാഞ്ചസിന്റെ നെറ്റ്വർക്ക് തിയറിയാണ് വരുന്നത്. ഗ്രൂപ്പ് ബിയിൽ കുറെ പ്രോഗ്രാം കോർ വരുന്നുണ്ട്. ആൻഡ് അടുത്ത ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ആണ് വരുന്നത്. ദെൻ അടുത്തത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫോർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കലുകാർക്ക് ബേസിക് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫോർ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ്. നെക്സ്റ്റ് ബയോമെഡിക്കൽ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗിന് അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫോർ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എടുത്തവരാണെങ്കിൽ ലോജിക് സർക്യൂട്ട് ഡിസൈൻ ആണ് അവർക്ക് പ്രോഗ്രാം കോറിൽ വരുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗിന് ബേസിക്സ് ഓഫ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് സൈബർ ഫിസിക്കൽ ആണെങ്കിൽ സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ആണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ എഞ്ചിനീയറിംഗിന് സെൻസേഴ്സ് ആൻഡ് ആക്ച്വേറ്റേഴ്സ് ഫോർ റോബോട്ടിക്സ് ആണ് വരുന്നത്. നെക്സ്റ്റ് യെസ്, കഴിയും. അപ്പൊ ഇത്രയാണ്. അതായത് നിങ്ങൾ എടുത്തിട്ടുള്ള ബ്രാഞ്ചിനനുസരിച്ചിട്ടുള്ള പ്രോഗ്രാം കോർ ആണ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് എയിൽ അത്ര ഉണ്ടായിരുന്നില്ല, പക്ഷെ ഗ്രൂപ്പ് ബിയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ ബ്രാഞ്ചുകാർക്കും അവരവരുടെ പ്രോഗ്രാം കോർ സബ്ജക്ട്സ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഏതാണോ ബ്രാഞ്ച് അതിനനുസരിച്ച് നിങ്ങൾ ആ പ്രോഗ്രാം കോർ ഏതാന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് വരുന്നതാണ് എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണിത്. ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് ഇൻസൈറ്റ്സ് അതിൽ ഷെയർ ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കില്ല്. അത് നിങ്ങൾക്ക് അറിയാലോ, എൻഡ് സെമിസ്റ്റർ എക്സാം വരാത്തതാണ്. അപ്പൊ ഫിസിക്സ് കെമിസ്ട്രി പോലെ നേരത്തെ ഹെൽത്ത് ആൻഡ് വെൽനസ് ആണെങ്കിൽ ഇപ്പൊ ലൈഫ് സ്കിൽ എടുക്കാം. പിന്നെ നമുക്ക് ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. IT വർക്ക്ഷോപ്പ് ആണ് വരുന്നത്. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ സബ്ജക്ട് വരുന്നത്. സോ കൃത്യമായ സബ്ജക്ട്സ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും സിലബസ് കിട്ടാത്തുണ്ടെങ്കിൽ സിലബസ് നിങ്ങൾക്ക് നോക്കാം, സൈറ്റിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും. ഇനി നമ്മുടെ കോഴ്സിനെ കുറിച്ചും കൂടെ പറയാം. യെസ്, അപ്പൊ നമ്മുടെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ S2 കോഴ്സ് അവൈലബിൾ ആണ്. പ്രോഗ്രാം കോർ ഒഴികെ ബാക്കിയുള്ള സബ്ജക്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആണ്. എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR നമ്മൾ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സബ്ജക്ട്സിനൊക്കെ തന്നെ റെക്കോർഡഡ് ക്ലാസ്, ലെക്ചേഴ്സ്, ദാറ്റ് മീൻസ് PDF സ്റ്റഡി മെറ്റീരിയൽസ്, എക്സാം ഓറിയന്റേഷൻ വിത്ത് പേഴ്സണൽ മെന്ററിംഗ് ആണ് നമ്മൾ മെന്ററിംഗ് സപ്പോർട്ട് കൊടുക്കുന്നത്. S1 എക്സാംസ് കഴിഞ്ഞ് നമ്മൾ ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മെറ്റീരിയൽസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് പറഞ്ഞു. ഒപ്പം അവർ തന്നിട്ടുള്ള കുറച്ച് സജഷൻസ് ഉണ്ട്. ആ സജഷൻസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ബെസ്റ്റ് കോഴ്സ്
തന്നെയായിരിക്കും നമ്മൾ S2 സ്റ്റുഡൻസിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് 1-to-1 സെഷൻസ് വേണം, അതായത് 1-to-1 ക്ലാസ്സസ് വേണം, ലൈവ് ട്യൂഷൻ വേണം എന്നുള്ളവർക്ക് നമ്മൾ അതും നിങ്ങൾക്ക് വേണ്ട മോഡ്യൂൾസ് അല്ലെങ്കിൽ വേണ്ട സബ്ജക്ട് മാത്രമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് കൂടാതെ കംപ്ലീറ്റ് കോഴ്സ് കൂടാതെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ട് റെക്കോർഡഡ് ക്ലാസ്സസ് എടുക്കാം. സോ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. താങ്ക് യു.